എല്ലാം സെറ്റാണ്. മലയാളത്തിന്റെ മോഹൻലാൽ ഇപ്പോൾ കുട്ടികൾക്ക് ആശംസകൾ അറിയിക്കുകയാണ്. മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും മോഹൻലാൽ കുട്ടികൾക്ക് അതാരെന്നറിയോ? ആരാത്? മറന്നുപോയോ? അതാരാണ്? മോഹൻലാലിന് ഇഷ്ടമാണോ? ആണ്. ഒരു പാട്ട് പാടിയാ മോഹൻലാലിന്റെ ഒരു പാട്ട് പാടുവോ? ആ പാടിക്കോ. എനിക്ക് ഭാവിയിലേക്കുള്ള അടിത്തറ പാകിയത് എന്റെ സ്കൂൾ തന്നെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏറ്റവും മനോഹരമായതും നിറപ്പകിട്ടാർന്നതും രസകരവുമായ കാര്യം. മോള് നേരത്തെ എന്തോ ഒരു കാര്യം പറഞ്ഞല്ലോ. പി ടി സാറുണ്ടോ അല്ലേ? ഈ സമയത്ത് പി ടി സാർ എന്തൊക്കെ പഠിപ്പിച്ചു തരും? കളിച്ചും സന്തോഷിച്ചും കൂട്ടുകൂടി ഉല്ലസിച്ചും പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും വേറെന്തോ പഠിപ്പിച്ചു തരും പറഞ്ഞല്ലോ. ചാടുന്നത് എന്തോ പഠിപ്പിച്ചു തരും ആണോ? എന്താ അങ്ങനെ ചെയ്യുന്നത്? അത് ചെയ്യാനോ? സ്കൂളിൽ അത് ചെയ്യാൻ പറ്റും അല്ലേ? അതാരാ പഠിപ്പിച്ചു തരുന്നത്? ആണോ? പി ടി സാറിനാണ് ഇഷ്ടം? എടാ ഒരുപാട് കുട്ടികൾ റെഡിയായിട്ട് നിൽക്കുകയാണ് ഇവിടെ. കിരീടമൊക്കെ ആര് വെച്ച് തന്നു? ചട്ടമ്പി നിനക്ക് യൂണിഫോം കിട്ടിയില്ലേ? മാറിപ്പോയി. ആർക്ക് മാറിപ്പോയി? ആണോ? വീട്ടിൽ വെച്ചേക്കോണോ യൂണിഫോം? മാറിപ്പോയോ? ഇവിടെ ഒരാൾ പറയുന്നത് അദ്ദേഹത്തിന്റെ യൂണിഫോം മാറിയതല്ല, കൂടെയുള്ള 54 പേർക്ക് യൂണിഫോം മാറിപ്പോയെന്നാണ് ഇവിടെ ഒരാൾ പറയുന്നത്. എന്താ പറയുന്നത്? ആണോ? ഇവിടെ ഒരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, യൂട്യൂബിൽ ഫേമസ് ആവുമെന്ന് പറഞ്ഞിട്ട്. എന്താ പറയുന്നത്? ആണോ? നിനക്ക് യൂട്യൂബിൽ ഫേമസ് ആവണമെന്ന് ആഗ്രഹം? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഇത് കണ്ടില്ലല്ലോ, യൂട്യൂബിൽ ഫേമസ് ആവുന്ന ഇവൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെയൊക്കെ ഓരോ ആഗ്രഹങ്ങളെ കുട്ടികൾ പറയുന്നത് ഈ വീഡിയോ യൂട്യൂബിൽ വൈറലായിട്ട് അവന് പ്ലേ ബട്ടൺ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മോത്തി വലിയ ആവശ്യത്തിലാണ്. ഈ സ്കൂളിൽ 55 കുട്ടികളാണുള്ളത്. 55 കുട്ടികളും റെഡിയായി കഴിഞ്ഞു. 1ാം ക്ലാസ്സിലെ അതുപോലെ തന്നെ 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പുതിയ കുട്ടികളുണ്ട്. അവർക്ക് മധുരം നൽകി സ്വീകരിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള പ്രമുഖരെത്തി അവരെ മധുരം നൽകി സ്വീകരിച്ചു. ഇനി കാത്തിരിക്കുന്നത് 9:30 ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടനം നടക്കും. അതിനുവേണ്ടിയാണ് എല്ലാവരും ഇനി കാത്തിരിക്കുന്നത്. എറണാകുളത്തെ പ്രമുഖരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ കുട്ടികളെ ആശംസിക്കാനായി. ഇപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മമ്മൂട്ടി, മോഹൻലാൽ, KS ചിത്ര എന്നിങ്ങനെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ ആശംസാ വീഡിയോകൾ ഇപ്പോൾ പ്രദർശിപ്പിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ ഈ സ്കൂളിലെ മറ്റു കുട്ടികൾ 1ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും ഒക്കെ പ്രവേശനം നേടുന്ന കുട്ടികളല്ലാതെ ഈ സ്കൂളിലെ മറ്റു കുട്ടികളും ഇവിടെ അവരുടെ ജൂനിയേഴ്സ് പുതിയ കുട്ടികൾക്ക് ആശംസകൾ അറിയിക്കാൻ ഒരുങ്ങി കഴിഞ്ഞു. എന്തായാലും ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടുത്തെ ഒരുക്കങ്ങൾ പൂർത്തിയായതാണ്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സംഘം ഇവിടെ എത്തി ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞു. എന്തായാലും 9:30 അതായത് മിനിറ്റുകൾക്കുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. എന്തായാലും കുട്ടികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് മധുരം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും പി രാജീവും മധുരം നൽകിക്കൊണ്ട് കുട്ടികളെ സ്വീകരിച്ചു കഴിഞ്ഞു. 1ാം ക്ലാസ്സിലെ 55 കുട്ടികളാണ് എളമക്കര സ്കൂളിലുള്ളത്. അതുപോലെ തന്നെ എറണാകുളം MP ഹൈബി ഈഡൻ, കൊച്ചി മേയർ M അനിൽകുമാർ എന്നിങ്ങനെയുള്ള ഒരുപാട് പേർ ഇവിടെ പരിപാടിക്കായി എത്തിക്കഴിഞ്ഞു. പ്രവേശനോത്സവം എങ്ങനെയുണ്ട് ഇത്തവണത്തെ പ്രവേശനോത്സവം? ഇതൊരു വലിയ ജനകീയോത്സവമായിട്ടാണ് എളമക്കര സംഘടന. എല്ലാവരും വലിയ ഹാപ്പിയിലാണ്. എങ്ങനെയുണ്ട്? ഇത് ജനകീയോത്സവമാണ്. ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രം കാണുന്ന ഒരു പ്രവേശനോത്സവമാണ്. ഇത്തവണ പരിശീലനമൊക്കെ നൽകി കഴിഞ്ഞു അധ്യാപകർക്ക്. ഈ പരിശീലനം 80,000 ടീച്ചർമാർക്ക് നൽകി കഴിഞ്ഞു. മുഴുവൻ ടീച്ചർമാർക്ക് നൽകാൻ വേണ്ടി പോകുന്നു. അതും ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. എല്ലാം സെറ്റ്. എല്ലാം സെറ്റായ മനസ്സിലായി. സെറ്റാണ്. അതേ മോത്തി, അതാണ് ഇത്തവണത്തെ നമ്മുടെ പ്രവേശനോത്സവത്തിന്റെ അർത്ഥവാക്യം. എല്ലാം സെറ്റായി കഴിഞ്ഞു.